ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഇന്നൊരു സൺഡേ സ്പെഷ്യൽ നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് വെജ് പുലാവ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 2 ടൊമാറ്റോ, ഒരു 2 ഓണിയൻ കട്ട് ചെയ്ത് വെക്കാം. കൊറിയൻഡർ ലീഫ് അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഗ്രീൻ ചില്ലി 3 4 മതി, ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടായ തന്നെ അടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് മസാല ഐറ്റമായ ചക്ക, ലവംഗ, ഏലക്കി ഇത് 3 ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഓനിയൻ ചേർത്ത് കൊടുക്കാം. ഓനിയൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഓനിയൻ ഒന്ന് വയന്ന് കിട്ടട്ടെ. അതൊന്ന് വയന്ന് കിട്ടുമ്പോൾ അതിലേക്ക് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ആഡ് ചെയ്തിട്ട് കൊടുത്ത് തന്നെ അതിലേക്ക് ഗരം മസാല 1 സ്പൂണ്, പിന്നെ ചിക്കൻ മസാല ആവശ്യമുള്ളവർക്ക് മതി. ചിക്കൻ മസാല എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. 1 സ്പൂണ് ചിക്കൻ മസാല ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി തന്നെ അതിലേക്ക് 2 ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചേർത്ത് തന്നെ നല്ലോണം ആ ടൊമാറ്റോൻ്റെ ഒരു സ്മെല്ല്, ഒരു പച്ചമണം പോകുന്നത് തന്നെ അതിനെ ഇളക്കിയിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കിയെടുക്കുക. അത് ഇളക്കിയെടുക്കുമ്പോൾ അതിലെ സ്മെല്ല് നല്ല രസമുണ്ടാവും. അതൊന്ന് ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നല്ല പുലാവ് തിന്നാനുള്ള തോന്നൽ. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതുണ്ട് ചില്ലി പൗഡർ അതിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കൊറിയൻഡർ ലീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞങ്ങളുടെ എല്ലാ സ്ഥലത്തിലും കിട്ടുമോയെന്നറിയില്ല, പക്ഷെ ഇവിടെ കിട്ടും. ഇത് ബിരിയാണി ഇല എന്നോ പുലാവ് ഇല എന്നോ അങ്ങനെയൊക്കെ പറയും ഇതിൻ്റെ ഒരു 2 ഇല കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊട്ടാറ്റോ, ബീൻസ് ബീൻസിൻ്റെ കുരു, ബീൻസ് സീഡ്സ്, അത് പിങ്ക് കളറിലുള്ള സീഡ്സ് ആണത്. അതൊന്ന് ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഹാഫ് വേവണമെന്നില്ല, ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ്സിനനുസരിച്ചിട്ട് 4 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളം ഒന്ന് ചൂടായി കിട്ടണമെന്നില്ല, അപ്പോൾ തന്നെ ഒന്ന് അരി കഴുകി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലർ തിളക്കണവരെ ഒന്ന് കാക്കും, വെള്ളം തിളച്ച് വരട്ടേന്ന്. പക്ഷേ തിളക്കണമെന്നില്ല, അരി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ചിലർ ഫസ്റ്റ് തരക്കാരിക്ക് വെജിറ്റബിൾസിന് ഉപ്പ് ആഡ് ചെയ്യുന്നവർക്ക് ചെയ്യാം, പക്ഷേ എനിക്കതിൽ അത്ര അന്താജ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഉപ്പ് ചേർത്തുന്നുണ്ട്. ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 വിഷൽ കൂക്കട്ടെ. അത് 2 വിഷൽ വന്ന് തന്നെ ഞങ്ങളുടെ വെജ് പുലാവ് റെഡി ആയിട്ടുണ്ട്. അതിനൊപ്പം കച്ചമ്പർ എന്നാ പറയല്, കച്ചമ്പർ. അപ്പോൾ കച്ചമ്പർ ചേർത്തിട്ട്